നമസ്കാരം. കാച്ചിപ്പള്ളി യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇരിഞ്ഞാലക്കുട കോർപ്പറേറ്റീവ് ഹോസ്പിറ്റലിൻ്റെ സമീപത്തുള്ള മാഗ്നസ് ഡയഗ്നോസിസ് സെൻ്ററിലാണ്. നമ്മളുടെ പ്ലൈവുഡും മൈക്ക അതുപോലെ അനുബന്ധ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നതാണ് ഈ സ്ഥാപനം. കൂടുതൽ ഇൻറ്റീരിയർ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അകത്തേക്ക് പോകുന്നതാണ്. നമ്മളിപ്പോൾ സ്ഥാപനത്തിനകത്താണ്. ഇവിടുത്തെ ഇൻറ്റീരിയർ വിശേഷങ്ങൾ അറിയാനും ഈ സ്ഥാപനത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും നമ്മളുടെ മാഗ്നസ് ഡയഗ്നോസിസ് സെൻ്ററിലെ മാനേജിംഗ് പാർട്ണർ മിസ്റ്റർ അനൂപ് വർഗീസിനെ നമുക്ക് ക്ഷണിക്കാം. നമസ്കാരം, ഞാൻ അനൂപ് വർഗീസ്, മാഗ്നസ് ഡയഗ്നോസിസ് സെൻ്ററിൻ്റെ മാനേജിംഗ് പാർട്ണറാണ്. ഇത് ഇരിങ്ങാലക്കുട കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിനകത്ത് ഒരു ഡിജിറ്റൽ MRI സ്ഥാപനമാണ്. ഡിജിറ്റൽ MRI സ്കാനിങ് സെൻ്ററാണ് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. ഈ സ്ഥാപനം ആരംഭിക്കുമ്പോൾ നമ്മുടെ ഇന്റീരിയറിൻ്റെ ഭാഗമായിട്ടുള്ള ചർച്ചകൾ വന്നപ്പോൾ നമുക്ക് വേറെ ഒന്നും ആലോചിക്കേണ്ടി വന്നിട്ടില്ല. ജോസേട്ടനെ നമുക്ക് നേരത്തെ മുതൽ നമുക്ക് പരിചയമുള്ള ആളാണ്. ഞാൻ ബേസിക്കലി അങ്കമാലിക്കാരനാണ്, അതുകൊണ്ട് തന്നെ വർഷങ്ങളായിട്ടുള്ള ഒരു പരിചയമാണ്. അപ്പോൾ കാച്ചപ്പള്ളി പ്ലൈവുഡ്സിൽ നിന്നാണ് നമ്മളുടെ ഇവിടെയുള്ള എല്ലാ ഇന്റീരിയർ വർക്കും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഒരു സുഹൃത്തും സന്തത സഹചാരി, നമ്മളൊരു ജ്യേഷ്ഠ സഹോദരനെ പോലെയുള്ള മെസ്റ്റിൻ വല്ലൂരാനാണ് ഇതിന്റെ കംപ്ലീറ്റ് വുഡ് വർക്ക് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുള്ളത്. മെസ്റ്റിനും ജോസേട്ടനും മാഗ്നസ് കുടുംബത്തിന്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമ്മൾ ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. ഞാൻ മെസ്റ്റിൻ സ്റ്റീഫൻ, കറൂറ്റിയിലാണ് നമ്മുടെ ഇന്റീരിയറിന്റെ വർക്ക്ഷോപ്പും കാര്യങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ വർക്ക് ഏറ്റവും കൂടുതൽ വലിയൊരു പ്രോജക്റ്റ് ആയതിൻ്റെ പേരിൽ നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഈ പ്രോജക്റ്റ് ചെയ്തു തീർത്തു. വളരെ ചുരുങ്ങിയ കാലം, ഏകദേശം ഒരു 4 മാസം കൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ കംപ്ലീറ്റ് വർക്കുകൾ തീർത്തത്. അതിന് വേണ്ടിയിട്ട് ഉള്ള മെറ്റീരിയൽസിനെ പറ്റി ചിന്തിച്ചപ്പോൾ എനിക്ക് കൂടുതലായിട്ടൊന്നും ചിന്തിക്കേണ്ടതില്ല. ജോസറിനായിട്ട് ഒരു 10 വർഷത്തെ, ജോസറിന് എന്ന് പറഞ്ഞാൽ കാച്ചപ്പള്ളി ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് അങ്കമാലി, അദ്ദേഹമായിട്ട് ഒരു 10 വർഷത്തിൽ കൂടുതലുള്ള ഒരു ബന്ധം ഞങ്ങൾ തമ്മിലുണ്ട്. ഇപ്പോൾ ഈ പ്രോജക്റ്റിനും ഏറ്റവും കൂടുതൽ എനിക്ക് സഹായം നൽകിയത് കാച്ചപ്പള്ളി ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ആണ് അങ്കമാലി. പ്രത്യേകം ജോസറിന് നന്ദി പറയുന്നു. നമ്മുടെ വർക്കിലേക്ക് പോകാം. കുറച്ച് വീതി ഉള്ളതുകൊണ്ട് പാനലിന്റെ ലുക്ക് കുറച്ച് കുറവാണ്. പക്ഷെ വേറെ ഞാൻ കണ്ടിരിക്കുന്നത് പാനലിന്റെ സെയിം ലുക്ക് തന്നെ കിട്ടാവുന്ന അതേ ലുക്കിൽ തന്നെ മൾട്ടിവുഡിൽ ഈ വർക്ക് ചെയ്തിട്ടുണ്ട്. മെസ്റ്റിൻ ചെയ്തതാണ്. ഞാനിപ്പോൾ ഈ വർക്ക് ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ പാനലിൽ ഈ മൾട്ടിവുഡിൽ ചെയ്തത്. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിരുന്നത് കൊറിയൻ ടോപ്പാണ്. ഈ കാണുന്ന എല്ലാം വൈറ്റ് കൊറിയൻ ടോപ്പിൽ ചെയ്തിരിക്കുന്നതാണ്. അത് ബെൻഡ് ചെയ്യാൻ വേണ്ടി, ഹീറ്റ് ചെയ്തിട്ട് ബെൻഡ് ചെയ്യാൻ പറ്റും നമുക്ക്. അങ്ങനെ ചെയ്തിരിക്കുന്ന റിസപ്ഷൻ ടേബിള്, ടോപ്പും ഫ്രണ്ടും ആക്കുന്നത്. ബാക്കിയത്തെ നമ്മളെല്ലാം ചെയ്തിരിക്കുന്നത് MDF ലാമിനേഷൻ MDFിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ ലാമിനേഷൻ വന്നിരിക്കുന്നത് മെറീനോ ആണ്. ഇതിന്റെ കംപ്ലീറ്റ് ലാമിനേഷൻ നമ്മുടെ ഏകദേശം ഒരു 250 ഷീറ്റോളം നമ്മൾ മെറീനോയുടെ ലാമിനേഷൻ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം MDFിൽ ചെയ്തിട്ട് നമ്മൾ MDFിലാണ് സ്ട്രക്ചർ മൊത്തം അടിച്ചിരിക്കുന്നത്. വളരെ നല്ലൊരു ഫിനിഷിംഗ് ആണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. മെറീനോന്റെ ലാമിനേറ്റ്സ് വളരെ ഭംഗി. ഈ ഒരു പാറ്റേൺ എഞ്ചിനീയർ തന്നെ നമുക്ക് ഡിസൈൻ ചെയ്ത് തന്നത്. അപ്പൊ അതിന്റെ ഒരു ഗുണം നമുക്കുണ്ടായിട്ടുണ്ട്. നമ്മുടെ കിഡ്സ് ഏരിയയാണത്. മൾട്ടിവുഡ് എനിക്ക് തന്നെ. ഇതിന് മൾട്ടിവുഡിനെ നമ്മളായിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് പെയിന്റ് കൊണ്ട് ആർട്ടായിട്ട് ആർട്ടിസ്റ്റ് മുന്നിൽ വരച്ചെടുത്തിരിക്കുന്ന സംഭവങ്ങളാണ്. ഇതൊക്കെ സ്പ്രേ ആയിട്ട് അടിച്ചു. ഇതൊക്കെ നമ്മൾ ചെയ്തിരിക്കുന്നത് വരച്ചെടുത്തതാണ്. ഒരുപാട് പറഞ്ഞൊരു കാര്യമാണ് ഈ ഒരു പാസേജിൽ ഇങ്ങനെ ഒരു സാധനം കൊടുക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ കണ്ണിനൊരു സുഖമാണ്, ഒരു കുളിർമ നൽകുന്ന ഒരു സാധനമാണ്. മറ്റൊരു ലൈറ്റിങ്ങും കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ നമ്മുടെ ഈ കോമൺ ഏരിയയിലുള്ള ഈ പ്രോജക്റ്റിന്റെ ഇതുപോലും നമ്മൾ ആ ഒരു പാറ്റേൺ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അത് നമ്മൾ സെയിം പാറ്റേൺ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളായിട്ട് തന്നെ അടിച്ചെടുത്ത ഡോറാണ്. അപ്പൊ ഇതിനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന് 8mm പ്ലൈവുഡ് 2 സൈഡ് അടിച്ചിട്ട് ഡോർ ഉണ്ടാക്കി. ഡോർ ആദ്യം സ്ട്രക്ചർ ഉണ്ടാക്കി. അതിനുശേഷം ഇവിടെ ലാമിനേഷൻ കറക്റ്റ് ആയിട്ട് ഫ്രണ്ട് വ്യൂ ലാമിനേഷൻ ആ സെയിം കളർ അടിച്ചു. ബാക്കിൽ നമ്മൾ ആ ഒരു ഗ്രേ ഷെയ്ഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് അത് വേറെ ഒരു ലെവലിലേക്ക് പോയി കാര്യങ്ങൾ. കാച്ചപ്പള്ളിയുടെ സ്പെഷ്യൽ സാധനം പറയാൻ നമ്മളുടെ പറയുന്ന സൈസ് അതിന് ഏറ്റവും വലിയ രസകരം ലൈറ്റിംഗ് ആണ്. നമുക്ക് ഏകദേശം 5 കളർ വരുന്നത് 5 കളറാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, ഇത് കാണുന്ന വളരെ മനോഹരമാണെങ്കിലും ഇത് പ്ലൈവുഡിന്റെ ചെറിയ ബോക്സ് അടിച്ചിട്ട് നമ്മളിത് ലാമിനേറ്റ് ചെയ്തിരിക്കും.
അപ്പൊ ഈ സെയിം പാറ്റേണിൽ തന്നെ നമുക്ക് ഒരു പ്രയാസമില്ലാതെ ഈ സെയിം പാറ്റേൺ എല്ലായിടത്തും നമുക്കൊരു ഐക്യു കാണുമ്പോൾ നമുക്കൊരു വളരെ ഭംഗിയുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് മനസ്സിലാവും. അട്രാക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയത് ഈ സെറ്റിയുടെ ഒരു അറേഞ്ച്മെന്റ്സ് ആണ്. ഇത് എന്താണ് ഇത് ഉപയോഗിച്ചാണ് പറ്റിയത്? ഇത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് MDF ആണ്. നോർമൽ കേസിൽ എല്ലാവർക്കും ഒരു പ്രത്യേക താല്പര്യം തോന്നുന്ന സാധനമാണ്. എന്നിട്ട് ഇങ്ങനെ MDF കൊണ്ട് സെറ്റ് ഉണ്ടാക്കാൻ പറ്റും. ശരി ശരി. പക്ഷെ നമ്മൾ MDF വെച്ച് ഈ കറക്റ്റ് സൈസിന് ആ വാൾ ടു വാൾ കറക്റ്റ് സൈസ് 6 സീറ്റ് അറേഞ്ച് ചെയ്ത് ഇത് ചെയ്ത് കഴിയുമ്പോൾ അതിന് കറക്റ്റ് ഒരു ഇവിടെ വാൾ ടു കിടക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. MRI കൺട്രോൾ റൂം എന്ന് പറയാം. അപ്പൊ ഇത് നമ്മള് ഇവിടെ സീറ്റിംഗ് പ്ലസ് ഡോക്ടേഴ്സിന് സപ്പോർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ, അതിനുള്ള എല്ലാം ഒട്ടിച്ചിട്ട് നമുക്ക് കൊണ്ടുവയ്ക്കാൻ പറ്റുന്ന സാധനം. ഒട്ടിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ആണിയുടെ നെയിലറായാലും ഡിസ്പോസിൽ വെച്ച് ഇത് എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഫിനിഷ് കണ്ടോ? ഇത് MDF അടിച്ചതുകൊണ്ടാണ് ഈ ഇത്രയും ഫിനിഷ് കിട്ടാൻ കാരണം. ഒരു ലെവൽ വ്യത്യാസത്തിൽ തടമുഴില്ല, നല്ല ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും. നമ്മുടെ പ്രൊഡക്റ്റുകൾ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമ്മൾ ഇവിടേക്ക് സപ്ലൈ ചെയ്തിട്ടുണ്ട്. നെസ്റ്റിന് അത് വളരെ ഭംഗിയായിട്ട് വളരെ മനോഹരമായിട്ട് ഈ വർക്ക് ഫിനിഷ് ചെയ്തു. നെസ്റ്റിലത് പല സ്കാനിങ് സെൻറ്ററിലും ചെയ്ത് നെസ്റ്റിൻ എക്സ്പീരിയൻസ്ഡാണ്. അതുപോലെ നമുക്ക് എവിടെ കേരളത്തിൽ എവിടെയാണെങ്കിലും നമുക്കിത് ഈ പ്രൊഡക്ട്സുകൾ നമ്മുടെ പ്രൊഡക്ട്സുകൾ നമുക്ക് സപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. ഇത്രയും നേരം എന്നെ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി.